നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകൾ കണ്ട് നമ്മൾ പഠിച്ച ചില മണ്ടത്തരങ്ങളെ പറ്റിയാണ്. ഇതൊരു പാർട്ട് 2 വീഡിയോയാണ്. ലിസ്റ്റിലായിട്ടേത് ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ഫയൽ നശിപ്പിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അടിച്ചു പൊളിക്കുന്നത്. പണ്ട് മുതലേ സിനിമകളിൽ ഇത് യൂസ് ചെയ്തിരുന്നു. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മോണിറ്റർ എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. മോണിറ്റർ തല്ലി പൊളിച്ചതുകൊണ്ട് ഫയൽ നശിക്കാൻ പോകുന്നില്ല. കാരണം മോണിറ്ററിലൊന്നും തന്നെ സ്റ്റോർ ആവുന്നില്ല. എല്ലാം അടങ്ങിയിരിക്കുന്നത് CPU-ലാണ്. പക്ഷെ ഒരു പഞ്ചിന് വേണ്ടി പണ്ട് മുതലേ സിനിമകളിൽ സ്ക്രീൻ അടിച്ചു പൊളിക്കുന്നതാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സിനിമകളിൽ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന എന്നാൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ചില സിനിമകളിൽ ലൈറ്റ് പോകുന്ന സമയത്ത് സിഗരറ്റ് ലാമ്പ് കത്തിക്കുന്നതോ മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി ഉറച്ചു നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് കത്തിക്കുമ്പോൾ വരുന്നത് ടോർച്ച് അടിച്ച വെളിച്ചമാണ്. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ തീപ്പെട്ടിയോ സിഗരറ്റ് ലാമ്പോ കത്തിച്ചാൽ മാക്സിമം ഇത്ര വെളിച്ചമേ വരുള്ളൂ. ഇനിയും വെളിച്ചം വേണമെങ്കിൽ ടോർച്ച് തന്നെ അടിക്കണം. സിനിമകളിൽ പണ്ട് മുതലേ ഈ ഒരു ഐഡിയ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു സംഭവമാണ് സിനിമകളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ തെറിച്ചു പോകുന്നത്. ചെറിയ ചെറിയ സിനിമകൾ മുതൽ ലോജിക്ക് നോക്കിയെടുക്കുന്ന വലിയ ഹോളിവുഡ് സിനിമ എടുത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു സംഭവം കാണാം. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും തെറിച്ചു പോവില്ല. ഇനി ഷോർട്ട് ഗണ്ണ് പോലുള്ള വലിയ ഗണ്ണാണെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ പുറകിലേക്ക് പോകുമെന്നല്ലാതെ നമ്മൾ ഒരിക്കലും തെറിച്ചു പോവില്ല. ഇപ്പോഴിറങ്ങുന്ന പുതിയ പുതിയ ഹോളിവുഡ് സിനിമ എടുത്തവരെ നമുക്കിത് ഇപ്പോഴും കാണാം. സിനിമകളിൽ ഒരു ഇമ്പാക്റ്റ് വരുത്താനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം എന്തെന്നാൽ സിനിമകളിൽ രണ്ടുപേര് തമ്മിൽ കോൾ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ റേഞ്ച് കട്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റയർ സിനിമകളിൽ വില്ലന്മാർ തന്നെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ നശിച്ചു പോവും. എന്നാൽ ഭൂരിഭാഗം സിനിമകളിലും ഒരു കാരണവുമില്ലാതെ ഫോണും കട്ടാവുന്നത് കാണാം. പണ്ട് കാലത്തെ സിനിമകളിൽ ഫോണുകൾക്ക് പകരം വാക്കി ടോക്കിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സിനിമകളിലാണ് ഇത്തരത്തിലുള്ള സീനുകൾ ആദ്യമായി ഉപയോഗിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ലേറ്റസ്റ്റ് സിനിമകളിൽ വരെ ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഷൂട്ടിംഗ് പൊസിഷനാണ്. ഒട്ടുമിക്ക സിനിമകളിലും തോക്കൽപ്പം അകത്തി ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ട്രെയിനഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ല സിനിമയിൽ കാണുന്നത് പോലെ ഗണ്ണൊരിക്കലും ഇത്ര അകത്തി പിടിക്കില്ല. ചെസ്റ്റിനോടൽപ്പം ചേർത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കും പിടിക്കുന്നത്. ഇതിന് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം പിസ്റ്റലുകളെ എയിം ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് എയിമിംഗ് പൊസിഷൻ ഇതാണ്. മറ്റൊരു കാരണം എന്തെന്നാൽ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന എനിമീസിന് ഈസിയായി കൈയിലേക്ക് അറ്റാക്ക് ചെയ്യാം. ശേഷം തോക്ക് തട്ടിയെടുത്ത് ഇവരെ വെച്ചുകൊണ്ട് തന്നെ വിലപേശുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുണ്ട്. സിനിമകളിൽ ആർക്കെങ്കിലും ഷോക്ക് അടിച്ചാൽ ആരെങ്കിലും ഓടി വന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ഷോക്ക് അടിക്കുന്ന ആളെ അടിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മളെ കൂടി അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വരാനില്ല. റിയൽ ലൈഫിൽ നമ്മൾ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അല്ല അടിക്കേണ്ടത്. പവർ സോഴ്സ് കട്ട് ചെയ്തതിനു ശേഷം മരം, പ്ലാസ്റ്റിക്, റബ്ബർ പോലുള്ള ഏതെങ്കിലും ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ എടുത്ത് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ഷോക്കും തമ്മിലുള്ള ആ ബോണ്ട് വെടിയിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ സിനിമകളിൽ നമ്മൾ കാണുന്നത് ആളെ അടിക്കുന്നതാണ്. ഷോക്ക് അടിച്ചതിന് ഓടി വന്ന് ഡയറക്റ്റ് തലക്കടിക്കുന്ന സിനിമകൾ വരെയുണ്ട്. പല കോമഡി സീനുകളിൽ നമുക്കിത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ തലക്കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ടാൽ മതി. സിനിമകൾ കണ്ട് സേഫ്റ്റി ക്ലാസ്സുകൾ കിട്ടാത്ത പല ആളുകൾക്കും ഇതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഒരു വ്യക്തി ഇതുപോലെ ആരോ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും നോക്കിയില്ല, ഓടി വന്ന ഒരു വടിയെടുത്ത് തലക്കടിച്ചു. ഷോക്ക് അടിച്ച് ചാവുന്നതിന് മുമ്പ് തന്നെ തലക്കടി കൊണ്ട് ചാവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അടുത്തൊരു സംഭവമാണ് സിനിമകളിലെ കോടതി സീനുകൾ. നമ്മൾ പല സിനിമകളിലും കോടതിയിൽ മാസ് ഡയലോഗുകളും വാക്ക് തർക്കങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥ കോർട്ടിൽ പോവുകയാണെങ്കിൽ ഇവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കറക്റ്റായി കേൾക്കുകയുമില്ല. അഥവാ കേട്ടാൽ തന്നെ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവുകയുമില്ല. ലോസ് പഠിച്ചവർക്ക് മാത്രമേ ഇത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അടുത്തത് ലൈഗർ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നായകനായിട്ടുള്ള ക്യാരക്ടർ സിംഹവും കടുവയ്ക്കും ഉണ്ടായതാണെന്ന്. ഈ കോൺസെപ്റ്റ് വെച്ചാണ് ഇവർ ലയണും ടൈഗറും ചേർത്ത് ലൈഗർ എന്ന് പേര് വെച്ചത്. ഈ പേര് കൊണ്ട് മാത്രം തന്നെ സിനിമ വലിയ രീതിയിൽ എയറിൽ പോയിരുന്നു. സിനിമ ബോക്സ് ഓഫീസ് അടക്കം പൊതുവെ ഒന്ന് നോക്കുകയാണെങ്കിൽ പക്ഷേ ലൈഗർ എന്ന കോൺസെപ്റ്റ് റിയൽ ആയുള്ളൊരു ജീവിയാണ്. പലർക്കും ഇതറിയില്ല. അതായത് റിയൽ ലൈഫിൽ സിംഹവും കടുവയും ക്രോസ് ചെയ്തുണ്ടാവുന്ന ബ്രീഡാണ് ലൈഗർ. ഒരിക്കലും ഇങ്ങനെ നാച്ചുറലായി ഉണ്ടാവില്ല. പല സൂകളിൽ വെച്ച് മനുഷ്യരാണ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്നത്.
നമുക്കറിയാം നാച്ചുറലായി കാറ്റ് ഫാമിലിയിൽ ഏറ്റവും വലുത് അത് സൈബീരിയൻ ടൈഗറാണ്. നാച്ചുറൽ അല്ലാതെ നോക്കുകയാണെങ്കിൽ അത് ലൈഗറായി മാറും. കാരണം സൈബീരിയൻ ടൈഗറിനേക്കാൾ വലുതാണ് ലൈഗർ. ബ്രിട്ടീഷുകാർക്ക് പണ്ട് ഒരുപാട് വിനോദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1796 അവർക്കൊരു ചിന്ത വരികയാണ്, കടുവയെയും സിംഹത്തെയും ക്രോസ് ചെയ്താലോ എന്ന്. അങ്ങനെയാണ് ആദ്യമായി ലൈഗർ ഉണ്ടാവുന്നത്. ലൈഗറിന്റെ കുഞ്ഞുങ്ങളെ ആദ്യമായി കാണിച്ചത് വിക്ടോറിയ രാജ്ഞിയാണ്. ലൈഗറിന് യഥാർത്ഥത്തിൽ സിംഹത്തെക്കാളും കടുവയെക്കാളും ശക്തി ഉണ്ടാവും. പക്ഷേ പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇതൊരിക്കലും നാച്ചുറൽ അല്ല. അടുത്തത് സിനിമകളിലെ കരടി ആക്രമിക്കുന്ന സീനുകളാണ്. കരടി ആക്രമിക്കാൻ വരുമ്പോൾ പല പ്രോഗ്രാമുകളും നമ്മളെ പല ടെക്നിക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചത്ത പോലെ കിടക്കുക, മരത്തിൽ കയറുക, ഓടി രക്ഷപ്പെടുക, കരടിയുടെ മൂക്കിന് നോക്കിയിടിക്കുക, അങ്ങനെ പല ടെക്നിക്കുകൾ സിനിമകളിൽ കരടി അടിച്ചിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ റിയൽ ലൈഫിൽ സാധ്യമല്ല. ഏറ്റവും വർക്കൗട്ട് ആവുന്ന വഴി കരടിയെ കാണാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പണ്ട് മുതലേ ഒരു സ്റ്റോറി തന്നെയുണ്ട്. 2 കൂട്ടുകാരുണ്ടായിരുന്നു. കരടി ആക്രമിക്കാൻ വന്നപ്പോൾ ഒരാൾ ചത്തതുപോലെ കിടന്നു, മറ്റൊരുത്തൻ ഓടി മരത്തിൽ കയറി. ഈ സ്റ്റോറിക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ടെങ്കിലും ഇതൊരു പക്ഷേ റിയൽ ലൈഫിൽ വർക്കാവണമെന്നില്ല. ഓടി മരത്തിൽ കയറി എന്ന് പറയുമ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് കരടികളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. റിയൽ ലൈഫിൽ കരടിയെ കണ്ടാൽ ആരായാലും ഓടും. ചില ആളുകൾ രക്ഷപ്പെടും, ചില ആളുകൾ രക്ഷപ്പെടില്ല. നമ്മൾ കരടിയെ കാണുമ്പോൾ വിചാരിക്കുന്നത് വളരെ തടിച്ച ഫാറ്റ് ബോഡി, ഇതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ കുറവായിരിക്കുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കരടി ശരിക്കും ഉസൈൻ ബോൾട്ടിനേലും സ്പീഡിലോടും. മറ്റൊരു കാര്യം മരം കയറി രക്ഷപ്പെടുന്നതാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് കരടി ആക്രമിക്കാൻ വരുമ്പോൾ മരത്തിൽ കയറുന്നത്. ഭൂരിഭാഗം സീനുകളിലും കരടി താഴെ നിൽക്കുകയായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു വ്യക്തി കരടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മരത്തിൽ കയറുകയാണ്. ഇദ്ദേഹം കരുതിയിരുന്നത് കരടിക്ക് മരം കയറാൻ അറിയില്ല എന്നാണ്. എന്നാൽ കരടിക്ക് ജനിച്ചെന്നോട്ടെ മരം കയറാൻ അറിയാം. കരടിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എങ്ങനെ മികച്ചതായി മരം കയറാം എന്നൊരു ക്ലാസ് വരെ എടുത്തു തന്നേനെ. അടുത്തത് ചത്തതുപോലെ കിടക്കുന്നതാണ്. കരടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സയന്റിഫിക് വഴികളിൽ ഒന്നാമത്തെ വഴിയാണ് നമ്മൾ കൂടുതൽ ഉയരം കാണിക്കുക എന്നുള്ളത്. അതായത് കൈകൾ ഉയർത്തിക്കൊണ്ട് കരടിയേക്കാൾ ഉയരം തോന്നിപ്പിക്കുക. രണ്ടാമത്തെ വഴിയാണ് ചത്തതുപോലെ ആക്ട് ചെയ്യുന്നത്. രണ്ടും 100% വർക്കൗട്ട് ആവണമെന്നില്ല എന്നുള്ളത് സയന്റിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം സമയത്തും കരടി ആക്രമിക്കാൻ വരുന്നത് നമ്മളെ തിന്നാൻ വേണ്ടിയല്ല, ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് തന്നെ ചത്തതുപോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ കരടി നമ്മളെ തിരിച്ചു മറിച്ചു വിട്ട് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ 40 മിനിറ്റോളം കരടി പല ടെസ്റ്റുകൾ നടത്തും. നമ്മളെങ്ങാനും ശ്വാസം പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഏകദേശം 40 മിനിറ്റോളമാണ് കരടികൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ക്ഷമയുള്ള കരടികളും ഉണ്ട്. 40 മിനിറ്റ് ശ്വാസം പിടിച്ച് കിടന്നാൽ കരടി ആക്രമിച്ചില്ലെങ്കിലും ഒരു തീരുമാനമാവും. കൂടുതൽ സക്സസ് ആയ സയന്റിഫിക് മെത്തേഡ് എന്തെന്നാൽ ഗ്രൂപ്പായി നിന്നുകൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കി കരടിയെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. സിനിമകളിലെ മറ്റൊരു സീനാണ് ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വേഗതയിൽ ഓടുന്ന കാറിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ വളരെ ഫോഴ്സിൽ നമ്മുടെ ബോഡി ഒന്ന് ഗ്രൗണ്ടിൽ ഇടിക്കുകയും ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ബോധം പോവുകയും പലതവണ നമ്മൾ ഗ്രൗണ്ടിൽ റോൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ബോഡിയിൽ വലിയൊരു ഡാമേജ് ഉണ്ടാകുകയും സ്വാഭാവികമായി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലോ ആയ കാറിൽ നിന്നാണ് പുറത്തേക്ക് ചാടുന്നതെങ്കിൽ ഹാർഡായിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ എത്ര സ്ലോ ആണെങ്കിലും നമുക്ക് പരിക്കുകൾ പറ്റും. സോഫ്റ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ സെയിം ഡയറക്ഷനിലേക്ക് 2-3 തവണ റോൾ ചെയ്താൽ കാര്യമായ പരിക്കുകളൊന്നും പറ്റില്ല.